ഹലോ ഗൈസ്, നമുക്കിപ്പോൾ ട്രെക്കിങ്ങിനൊന്ന് പോയി തരാം. ഞാൻ അങ്ങനെ ട്രെക്കിങ്ങിന് പോകാൻ പോവാണ്. അപ്പോൾ ട്രെക്കിങ്ങിൽ കയറുമ്പോൾ കാണാം നമുക്ക്. ഹായ്, ഹലോ, ഓയ്. ഹലോ ഗൈസ്, ഞാൻ വയനാടാണ്. വയനാട് ഭയങ്കര കോടാണ്. പിന്നെ കുറെ കുരങ്ങന്മാർ ഫുഡ് കഴിക്കാണ്. പിന്നെ കുറെ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് വയനാട് എത്തി. ഇനി കുറച്ചും കൂടി പോയാൽ നമ്മളെ കുടുംബലക്കോട്ടെ സ്ഥലത്തെത്തും. കുരങ്ങിനൊക്കെ മഴ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല രസമുണ്ട്. കുരങ്ങിനൊക്കെ മഴ കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ നിങ്ങളൊക്കെ വന്ന് കാണാൻ. കുരങ്ങൻ മഴയുള്ള ടൈമിൽ ഇങ്ങനത്തെ ടൈമിലല്ല. പോയി നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു യാത്രയൊക്കെ. ഇനി കുറച്ചും കൂടി പോവാണ്ട്. നമ്മളിപ്പോ ഈ കോടൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന് നിർത്തിയിട്ട് കുറച്ചേരം കോടൊക്കെ ഒന്ന് കണ്ട് സുഖിക്കാൻ വിചാരിച്ച്. അപ്പൊ ബാക്കി നമ്മളവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. കൽപ്പറ്റയുടെ ഉള്ളിലേക്കുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനം കണ്ട്. ഇതിന്റെ പേരൊക്കെയാണെങ്കിൽ അപ്പൊ നമുക്ക് നിർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൈമില്ല. അവിടുന്ന് പിന്നെയും പോയി. അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഒരു ലൈൻ ജമ്പ് കൊത്തിയിട്ട് എടുക്കണം. അപ്പൊ അവിടെയും കുറച്ച് നമ്മൾ സ്റ്റോപ്പ് ആയിരുന്നു. അപ്പൊ ഗൈസ്, പ്രൈസായിട്ട് കുറുമ്പലക്കോട്ടന്റെ ബോർഡ് കണ്ടിരുന്നു. നമ്മൾ അവിടുന്ന് തിരിച്ചാണ് മലന്റെ താഴത്തെത്തിയെന്ന് വിചാരിക്കുന്നു. നമ്മളിത് കുറുമ്പലക്കോട്ട ട്രക്കിങ് ചെയ്യാൻ പോവാണ്. മല കയറാൻ പോവാണ്. അപ്പൊ മല കയറി ഇങ്ങനെ ടെന്റൊക്കെ അടിച്ച് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് സൺസെറ്റും സൺറൈസും ഒക്കെ കാണുന്നതാണ് നമ്മൾ ആഗ്രഹം. അപ്പൊ അങ്ങനെ ചെയ്യാൻ പോവാണ്. ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇതിൽ കാണിക്കുക. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം. അപ്പൊ ലഗേജ് ഉണ്ടായിരുന്നപ്പോ നമ്മള് ജീപ്പിലായിരുന്നു പോയത്. പക്ഷെ ജീപ്പിൽ നല്ലപോലെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് ആ ജീപ്പ് താഴത്ത് നമുക്കൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മള് ജീപ്പ് താത്തനോട് ഡാൻസിനൊക്കെ പറഞ്ഞിറങ്ങി. അപ്പൊ ജീപ്പ് താത്തൻ പറഞ്ഞ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോ, രാത്രി താത്തന്റെ നമ്പറൊക്കെ തന്നു. നമുക്ക് രാവിലെ കയറി ഇറങ്ങടാ. കൈപിടി പിടിച്ചാ വിടല്ലോ. എപ്പോഴും വിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബൈക്കില്ലോണ്ട മഴയില്ലോണ്ട നമുക്കെന്നെ സ്റ്റാൻഡിങ് നല്ല കാഴ്ച പതുക്കെ പോയാൽ മതി. ഇതൊക്കെ ശ്രദ്ധിച്ച അതൊക്കെ അതിലെ പോയി ചാടിയാണ്. ഇനി 300 മീറ്ററും കൂടി ഉള്ളു. അതിന് നമ്മൾ അതിൻ്റെ വ്യൂ പോയിന്റിലെത്തും. 50 മീറ്റർ ആയിട്ടുള്ളൂ. ഇനി 300 ഉണ്ട്. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കയറാനേ ഉള്ളൂ. കുറച്ച് ടാസ്കാ. നമ്മൾ 3 മണിക്ക് കയറണ്ടെന്ന് വിചാരിച്ചേ. പക്ഷെ നമ്മൾ നേരെ വൈകി പോയി കയറാനും പിന്നെ ഇവിടെ എത്താനൊക്കെ നേരെ വൈകി പോയി. അപ്പം അങ്ങനെ നേരെ വൈകി നമ്മൾ കുറച്ച് ടാസ്ക്കായി. ഇപ്പോൾ വലിയ ടാസ്ക്കാണ് കയറലൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ കയറി കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് നല്ല കോടയും ഇതൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ടോർച്ച് ഇല്ലാണ്ട് നടക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരും ടോർച്ച് അടിച്ചിട്ടാണ് നടന്നത്.
അപ്പൊ നമ്മള് മല കയറുമ്പോ മലപ്പുറത്തെ കുറച്ച് ആൾക്കാർ മല കയറി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരോട് നമ്മൾ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടുന്ന് നമ്മൾ കുറെ മലന്റെ മുകളിലോട്ടേക്ക് നടന്നു. ഒറ്റണ്ട് നിങ്ങളില്ലേ? ഞങ്ങൾ ചോദിക്കാം. ആ ഓ ഓ ശ്വാസക്കാണ് നല്ല കാലുകാത്തിനൊക്കെ നല്ലോണം. കുടുംബലക്കോട്ട യെസ്. എന്റെ ആഗ്രഹം ഞാൻ നടത്തി. അങ്ങനെ വിക്രാന്തെ ഒന്നും താവണ്ട് ഞാൻ കുടുംബലക്കോട്ട ഏറ്റവും ടോപ്പിലെത്തി. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ടെന്റ് അടിക്കും ഇവിടെ, പിന്നെ ഫുഡ് കഴിക്കും, സ്റ്റേ ഇവിടെ. എന്നിട്ട് നാളെ സൺറൈസ് കണ്ടിട്ട് ഇവിടുന്ന് നമ്മള് പോവും. അപ്പൊ ഇന്ന് ഇങ്ങനത്തെ ഉള്ള വീഡിയോ. അപ്പൊ ബാക്കി വീഡിയോ ഞാനിപ്പോ ടെന്റ് അടിക്കണൊക്കെ ഇതിൽ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അപ്പൊ ആ ഇല്ലല്ല, ഇതിന്റെ മുകളിൽ കിടന്നിട്ട് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓ അതന്നെ, ആ ഫുള്ളില്ല. അവിടുന്ന് സ്ലിപ്പ് അവിടെ ഭാഗത്തുനിന്ന് മാത്രം സഹായം, സ്ലിപ്പ് അവിടെ ഭാഗത്തുനിന്ന് മാത്രം സഹായം. ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് കയറി. അങ്ങനെയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇവിടെ എത്തിയപ്പോ നല്ല തണുപ്പും പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓരോ ലൈറ്റും ഇതൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പൊ അടിപൊളിയാണ് ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ്, എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ട്. അപ്പൊ എനിക്ക് സന്തോഷം. നമ്മൾ ഇനി കുറച്ചും കൂടി നടക്കാണ്ട് അങ്ങോട്ട്, അതും കൂടി ഇതിൽ കാണിച്ചു തരാം. ഹലോ ഉമ്മ, ഞാൻ കേറിട്ടോ. ആ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു ദിവസം നിങ്ങൾ വരിട്ടോ. നിങ്ങളെ കൂട്ടി ഒരു ദിവസം വരുന്നു എന്തായാലും ഇങ്ങോട്ട്. ഇവിടെ നല്ല രസമുണ്ട് കാണാന്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല രസമുണ്ട്. ഓ ഞാൻ യൂട്യൂബത്തെ വീഡിയോയില് കാണിച്ചത് നിങ്ങൾക്ക് ഇവിടുത്തത്. അമ്മ ഞാൻ ടെന്റൊക്കെ അടിച്ചിട്ട് വിളിക്കങ്ങളെ. ശരി. ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാരും സ്ട്രോങ്ങാ. ഓ പക്ഷെ ചെറിയ പ്രശ്നം ഉണ്ടെന്നോട്, കാലൊക്കെ ഒട്ടിപ്പൊടിക്കും കേറുമ്പല്ലേ. അത് ചളിപുള്ളി ഉണ്ടായതിനെ കൊണ്ട്, ചളി ഉണ്ടായതിനെ കൊണ്ട് കാലൊക്കെ ഭയങ്കര ഒട്ടിപ്പിടിക്കില്ലേ. അപ്പോഴൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ആ പേടൊക്കെ ഒഴിവാക്കിയാൻ കയറി. ആ അങ്ങനെ അലഹംദുലില്ലാ റാത്തായി കയറി. ഞാൻ ടെന്റൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം. ശരി, അസ്സലാമലൈക്കും. പിന്നെ ഇവിടെ നിങ്ങളെല്ലാരും കൂടി ഒരു പ്രാവശ്യം വരുന്നുണ്ടോ. അപ്പളെ ഇവിടുത്തെ ഇത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്, അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഗൈസ്. ആ പിന്നെ എന്റെ കൂടെ വന്ന രജീഷ് മാഷി, പിന്നെ ഷേൽ സാറ്, പിന്നെ രജീഷ് സാറ് മക്കള്, പിന്നെ അൻവർ കാക്ക, പിന്നെ എന്റെ ഒരു റിലേറ്റീവ്, ഇവരൊക്കെയാണ് വന്നത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടിയാൽ നിങ്ങൾക്ക് എൻജോയ് ആയി. അപ്പൊ നമ്മള് ഇവിടുത്തെ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ടെന്റ് അടിക്കല്, പിന്നെ കുറച്ച് ക്യാമ്പ് ഫയർ, പിന്നെ പാട്ടൊക്കെ, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക്. അപ്പൊ ഇതാണ് നിങ്ങള് ലൈഫിൽ എൻജോയ് ചെയ്യണ്ടേ. അപ്പൊ നൈറ്റാണ് ഇവിടുത്തെ അടിപൊളി പറഞ്ഞാല്. പിന്നെ മോർണിംഗ് പിന്നെ സൺറൈസ് ആണ്. അപ്പൊ അതും നിങ്ങളൊന്ന് വന്ന് കാണാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ല, ബാക്കി ഞാൻ പറയാം ടെന്റൊക്കെ അടിച്ചതിന് ശേഷം.